വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലത്തിനും നമുക്ക് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള അതും നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് വേണ്ടത് തൈരാണ്. അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, അതിലേക്ക് തൈര് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപേണ നമ്മൾ മിക്സ് ചെയ്യുക. എന്ത് സംഭവം, അതായത് നമ്മൾ പാക്കൊക്കെ എടുക്കുമ്പം കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. പ്രോപ്പറായിട്ട് മിക്സിങ് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലോ അല്ലെങ്കിൽ വേണ്ട വിധേന എല്ലാം തന്നെ സോൾവ് ആയില്ലെങ്കിൽ ആ ഒരു പാക്ക് കൊണ്ടിട്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ ഇതേപോലെ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പാക്കിൻ്റെ ജസ്റ്റ് വെയിറ്റിംഗ് ടൈം നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഇതേപോലെ വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു മിക്സ്ചർ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ടെങ്കിൽ അതും വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഓവറോൾ ബ്രഷ് വെച്ചിട്ട് തന്നെ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും ഈ ഒരു 15 മിനിറ്റ് എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലോണം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈവനായിട്ട് എൻ്റെ സ്കിന്നിൽ എല്ലായിടത്തും തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ജെൻറ്റിലി ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യണം. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു എക്സ്ഫോലിയേറ്റർ ആണ് കേർഡ് എന്ന് പറയുന്നത് അറിയാം. അപ്പോൾ നമ്മൾ സ്ക്രബ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിൽ കുറേ എണ്ണമയവും ജേംസും ഇമ്പ്യൂരിറ്റീസൊക്കെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് നല്ലോണം റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 13 മിനിറ്റൊക്കെ ആകുമ്പം ജെൻറ്റിലി ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യാൻ മറക്കരുത്. ആ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നല്ലോണം ഒന്ന് പതിയെ ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുക. റഫായിട്ട് നമ്മൾ സ്ക്രബ് ഔട്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെങ്കിൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും, കട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജെൻറ്റിലി നമ്മൾ സ്ക്രബ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ഔട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു pH ഒക്കെ ചെറുതായിട്ട് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന കാര്യം നോക്കുമ്പം ആ ഒരു ടൈമിൽ നമ്മുടെ pH ഒക്കെ എക്സാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ മാക്സിമം എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് സ്കിന്നാണോ അത് ബേസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സെബാബിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ pH ലെവൽ നോക്കുകയാണെങ്കിൽ 5.5 ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ സെയിം ആ ഒരു pH ലെവലാണ്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്യുക. ബ്ലെൻഡ് ഓവർ ചെയ്തതിന് ശേഷം ജെൻറ്റിലി ഒന്ന് മസാജ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്വേർഡ് ഡിറക്ഷനിൽ വേണം മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ നമ്മൾ 2 ടൈംസൊക്കെ ചെയ്താൽ മതി. സ്ക്രബിങ് ആവുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കൂടുതൽ ഡേയ്സ് ഒന്നും ചെയ്യുന്നത് അത്ര നല്ലതല്ല. 2 ടൈംസൊക്കെ നമ്മൾ വീക്ക്ലി ചെയ്താൽ മതി. അപ്പോൾ എക്സാക്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ വിസിബിൾ ആവും. നല്ലൊരു ബ്രൈറ്റനിങ് നമ്മുടെ ഫേസിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്